നോക്കാം. പുസ്തക പ്രകാശനത്തിന് വന്ന ഒരു പ്രകാശനത്തിന് വന്നല്ല, ഇവിടെ വന്നാൽ അറിയാൻ വേണ്ടി വന്ന, പ്രത്യേകിച്ചൊന്നുമില്ല. പുസ്തക പ്രകാശനത്തിന് വന്നതാണ്. കുഞ്ഞികൃഷ്ണനടുത്ത് കാണാൻ മുന്നെയാണ്. കുഞ്ഞികൃഷ്ണൻ എന്താ പറയുന്നവരുണ്ടേ, കാരണം സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്, കാര്യങ്ങളെ വസ്തുത അറിയട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പയ്യന്നൂർ തന്നെയുള്ളതാണ്, കാസർഗോഡ് നീലേശ്വരത്ത് വന്നെയാണ്. കുഞ്ഞികൃഷ്ണൻ കാണണമെന്ന് പരിചയപ്പെടണം, ഒരു പുസ്തകം വാങ്ങണം, ഇതിന് സത്യം അറിയണം, അത്രയേ ഉള്ളൂ കാര്യം. അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തോന്നുന്നുണ്ട്. അതിന് ഇന്ന് നോക്കാമല്ലോ, ബുക്ക് ഒരു പുസ്തകം വാങ്ങിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ബുക്കിലുള്ളത് നോക്കാൻ വെച്ചിട്ട്. കാസർഗോഡ് നിന്ന് വന്ന ആളാണ്. കുഞ്ഞികൃഷ്ണൻ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ. നിങ്ങൾ എവിടുന്നാ? ഞാൻ കണ്ണൂരിന്നോ? കണ്ണൂർ ഇവിടെ തന്നെ. പയ്യന്നൂർ അല്ല, കണ്ണൂർ ഇങ്ങോട്ട് പ്രദർശനത്തിനായിട്ട് വന്നതാണ്. ഇത് കാണാൻ വേണ്ടി വന്നു. പുസ്തകം വേണ്ടി കാണാം, അതിൻ്റെ ആവശ്യത്തിന് വന്നു. CPM അനുഭാവികളും പ്രവർത്തകരൊക്കെയാണോ? അതെ അതെ, ചെറുതിലെ അത് തന്നെയാണ്, 64 അത് തന്നെയാണ്. പക്ഷെ ഇത് നേതൃത്വത്തിനെതിരെയൊക്കെയുള്ള ഒരു പുസ്തകമല്ലേ? അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ, സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമല്ല. പുസ്തക രൂപത്തിൽ വന്നാൽ അതിൻ്റെ സത്യാവസ്ഥയിലായിരിക്കില്ല വരിക, അത് മനസ്സിലാക്കാൻ വേണ്ടി. കുഞ്ഞികൃഷ്ണൻ പറയുന്നതിൽ എഴുതുന്നതിലൊക്കെ യാഥാർത്ഥ്യം ഉണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ലാതെ വായിച്ചാലേ മനസ്സിലാവും, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അതിനനുസരിച്ച് നമ്മൾ പിന്നെ നീങ്ങും. പുസ്തകം വാങ്ങാൻ വേണ്ടി വന്നതാണോ? അതെ, ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതന്നെ. ഇവിടുന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതൊന്നും പറയുന്നത് അത് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, അത് വായിച്ചാലേ വിഷയം മനസ്സിലാകും തോന്നുന്നു. അപ്പോൾ പിന്നെ അതിനായിട്ട് വന്നത് തന്നെ. ഇവിടുന്ന് വിൽപ്പന ഉണ്ടെങ്കിൽ, വിൽപ്പന ഉണ്ടോയെന്ന് അറിയുന്നില്ലല്ലോ, ഇപ്പം ബുക്ക് വാങ്ങാനായിട്ട് തന്നെ വന്നത് തന്നെ. ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം അദ്ദേഹം കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ പാർട്ടിയുമായിട്ട് ചേർന്ന് പോകുന്ന ആളുകളാണോ? അല്ല, ഞങ്ങൾ ഇതിലില്ല. സമകാലിക സംഭവങ്ങൾ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. പാർട്ടിയോട് അതങ്ങനെ ആ വിഷയം ഞങ്ങൾക്ക് ഒന്ന് പഠിക്കണം, ആ ബുക്ക് വായിച്ചിട്ട്. അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരിയൂല, അതാണ് ഉദ്ദേശിക്കുന്നത്, ഈ വരവിൻ്റെ ഉദ്ദേശം. ശരി, നിങ്ങൾ പ്രകാശനത്തിനൊന്നാണോ? എവിടുന്നാ? വടകര. കൃഷ്ണൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ള ഒരു തോന്നൽ വന്നതാണോ? CPM പ്രവർത്തിക്കുന്നവരാണോ? അല്ല, ഞാൻ RMB ആണ്. വടകരയിൽ തന്നെ? അല്ല, ഞാൻ മാതമംഗലം പയ്യന്നൂരിനപ്പുറം ഇവിടെ തന്നെയുള്ള ഈ മണ്ഡലത്തിൽ നിന്നുള്ളവരാണ്. കൃഷ്ണനോട് യോജിപ്പുള്ളത് കൊണ്ട് വന്നതാണോ? അല്ല, ഞാനൊരു ഇതൊന്ന് സംഭവം കാണാൻ വേണ്ടി വന്ന അത്രേ ഉള്ളൂ. ശരി രാഹുൽ, എന്തായാലും ആളുകളുണ്ട് അല്ലേ? അത് ഏത് വിധത്തിലാണെങ്കിലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയണമെന്ന ഒരു ആഗ്രഹത്തോടു തന്നെയാണ് ആളുകൾ വരുന്നത്. നമുക്ക് CK വിജയനിലേക്ക് കൂടി പോകാം. CK, ഇപ്പോൾ രാഹുൽ ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി തേടുകയാണ്. പല വിധത്തിൽ ഇപ്പോൾ പാർട്ടി അനുഭാവികളുണ്ടാകാം, അല്ലെങ്കിൽ വിരുദ്ധ ചേരിയിലുള്ളവരുണ്ടാകാം. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഈ പുസ്തകം വായിക്കണം എന്നൊരു ഇതിലാണ്. ഇപ്പോൾ അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടമല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ചടങ്ങ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണല്ലോ CK. തീർച്ചയായും അതെ. കാരണം ഈ CPM സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ CPM വിശ്വസിക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ 3 കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം പ്രതിപാദിക്കുന്നത്. ഒന്ന്, ഈ ധനരാജിൻ്റെ പേരിൽ, രക്തസാക്ഷി ധനരാജിൻ്റെ പേരിൽ പിരിച്ച ഫണ്ടും, അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി ഓഫീസ് എടുക്കുന്നതിന് വേണ്ടി ശേഖരിച്ച ഫണ്ട്, 2021 തെരഞ്ഞെടുപ്പ് ഫണ്ട്. ഈ 3 ഫണ്ടുകളുടെ കണക്കുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വാങ്ങുക വഴി ആൾക്കാർ തേടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നേരിട്ട് ഒരു ടെലിവിഷൻ ചാനലിലൂടെയോ മറ്റു പറയുന്നത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല, കുറേയും കൂടി അത് വിശദമായി പഠിക്കേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണ മനുഷ്യരുമായി എളുപ്പം കണക്ട് ചെയ്യുന്ന ചില വൈകാരികമായ കണ്ടന്റുകൾ അതിനകത്തുണ്ട്, വൈകാരികമായ വസ്തുതകൾ അതിനകത്തുണ്ട് എന്ന് പാർട്ടി അണികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് രക്തസാക്ഷി ഫണ്ട് ഒക്കെ തിരിമറി നടത്തി എന്നൊക്കെ പറയുമ്പോഴേക്ക് അതിൻ്റെ വസ്തുത തേടുകയാണ് ഈ വരുന്ന ആൾക്കാരുടെ ഉദ്ദേശം. മറിച്ച് പാർട്ടി അതിന് നേരിടുന്ന രീതി, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ 2022 തന്നെ ഇതേ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ വ്യക്തത വരുത്തിയതാണ്. അത് പാർട്ടിയുടെ ഘടകങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയും പാസ്സാക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ ചെയ്ത ഒരു കാര്യത്തെ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് പാർട്ടിയോടുള്ള വെല്ലുവിളിയായാണ്. പ്രത്യേകിച്ച് TI മധുസൂദനൻ എന്ന MLA അല്ലെങ്കിൽ നേതാവിനോടുള്ള വെല്ലുവിളിയായാണ് പാർട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അച്ചടക്ക നടപടിയെടുത്ത് വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പുറത്താക്കിയപ്പോഴും അദ്ദേഹം
ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിനോട് കുറേ കൂടി ആൾക്കാർക്ക് ആകാംക്ഷയുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആദ്യം പറഞ്ഞത് ഈ കണക്കുകളെല്ലാം തന്നെ അവതരിപ്പിക്കും എന്നാണ്. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണക്കുകൾ അവതരിപ്പിക്കില്ല എന്നാണ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് 2 സ്ഥലത്തും 2 ഉത്തരമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതായാലും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് 6-ാം തീയതി ഇത് സംബന്ധിച്ച് വിശദമായ കണക്കുകൾ CPM അതിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കും എന്നാണ്.